പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വലിയൊരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിസ്മയമാണ്. കാരണം രാഷ്ട്രീയത്തിൽ താരതമ്യേന ചെറുപ്പക്കാരൻ എന്ന് മാത്രമല്ല, ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാർ എടുക്കാൻ മടിക്കുന്ന നിലപാടുകളെടുത്ത ഒരു രാഷ്ട്രീയ നേതാവ്, പരമ്പരാഗത വോട്ട് ബാങ്കിൻ്റെ ഉടമകളായിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ എന്തു തന്നെ സംഭവിച്ചാലും അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എതിർക്കാൻ മടി കാണിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, വെള്ളാപ്പള്ളി നടേശനെയും ഈ സുകുമാരൻ നായരെയും ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ ടു കോൾ ദ സ്പേഡ് എ സ്പേഡ് എന്ന് പറഞ്ഞ പോലത്തെ നിലപാടെടുക്കുന്നയാൾ, ഒരു പുസ്തകം വായനയിൽ താല്പര്യമുള്ള ഒരാൾ, ചെറുപ്പക്കാരുടെ വിഷയങ്ങളോടൊക്കെ വളരെ പോസിറ്റീവായി പെരുമാറുന്ന ഒരു നേതാവ് എന്നൊക്കെയുള്ള നിലയിൽ സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കണ്ട് ശീലിക്കാത്ത ഒരു മുഖം എന്ന നിലയിൽ വി ഡി സതീശനെ ഒരു വിസ്മയമായി കാണുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളൊരു വിമർശനം നിലനിൽക്കുന്നുണ്ടെങ്കിലും വി ഡി സതീശൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു വിസ്മയമാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴുമുണ്ട്. സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ, എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉള്ളത്, വി ഡി സതീശൻ എന്ന ഈ മുഖ്യമന്ത്രി, ഈ രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിലുപരി അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയാണത്. അദ്ദേഹം ഒരു വിസ്മയമല്ല, ഒരു ഒന്നൊന്നര വിസ്മയമാണ് എന്നാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനാണ് എന്ന് കൂടി ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അത് ആരുടെ നിലപാടുകളുടെ, എന്ത് നിലപാടുകളുടെ ആണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന ഈ UDF സർക്കാരിനെ, വി ഡി സതീശനെ എന്ന് നമുക്ക് പറയാം, എന്നാൽ അതിനേക്കാൾ ഉപരി UDF സർക്കാരിനെ പിന്തുണച്ച വലിയ വിഭാഗങ്ങളുണ്ട്, സാമൂഹിക വിഭാഗങ്ങളുണ്ട്, രാഷ്ട്രീയ വിഭാഗങ്ങളുണ്ട്, ഉന്നതരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഇപ്പം മുസ്ലിം സമുദായം അവരേതാണ്ട് 28-29% ഉണ്ട് കേരളത്തിൽ. അവർ ടു ദ ഹിൽറ്റ് വി ഡി സതീശന് വേണ്ടി നിൽക്കുമായിരുന്നു. ആദ്യാവസാനം കേന്ദ്ര നേതൃത്വത്തിൻ്റെ അടുത്ത് പോലും അവർ വി ഡി സതീശൻ്റെ പേരാണ് അവർ പുഷ് ചെയ്തത്. നമുക്കറിയാം, ജയിച്ചു വന്ന 64 MLA-മാരിൽ വി ഡി സതീശൻ ഏതാനും വിരലിലെണ്ണാവുന്നവരുടെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണഗതിയിൽ MLA-മാരാണല്ലോ MLA-മാരുടെ ഭൂരിപക്ഷമാണല്ലോ മുഖ്യമന്ത്രി തീരുമാനിക്കുക. എന്നാൽ ഇവിടെ ആകെ 5-6 MLA-മാരുടെ ഭൂരിപക്ഷേ സതീശൻ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ജനസാമാന്യത്തിൻ്റെയും ഒറ്റക്കെട്ടായിട്ടുള്ള പിന്തുണയാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. എന്നാൽ മുസ്ലിം ജനസാമാന്യം മാത്രമാണോ വി ഡി സതീശനെ പിന്തുണച്ചത്, അല്ലെങ്കിൽ UDF-നെ പിന്തുണച്ചത്? ഒരിക്കലുമല്ല. ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ പിന്തുണച്ചു, നായർ സമുദായങ്ങൾ പിന്തുണച്ചു. അങ്ങനെ മിക്കവാറും മതവിഭാഗങ്ങൾ എല്ലാം തന്നെ ഒറ്റക്കെട്ടായി UDF-നെ പിന്തുണച്ചിട്ടാണ് UDF അധികാരത്തിലേക്ക് വന്നത് എന്ന കാര്യത്തിൽ എന്താണ് തർക്കം സുഹൃത്തുക്കളെ? അതിൽ തന്നെ മുസ്ലിം ജനവിഭാഗം ആണ് വി ഡി സതീശനെ അങ്ങേയറ്റം അത്യവസാനം ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ വി ഡി സതീശനെ പിന്തുണച്ചത് മുസ്ലിം ജനവിഭാഗം. സുഹൃത്തുക്കളെ, എന്നാൽ ഈ സർക്കാർ ഒരു മാസം പിന്നിടുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ സർക്കാരിനെ നമ്മൾ കാണേണ്ടത് എങ്ങനെ? 102 പേരുടെ ഭൂരിപക്ഷത്തിലുള്ള സർക്കാരാണ് ഈ സർക്കാർ. 102 പേരുടെ CPM-ൻ്റെ അണികളുടെ തന്നെ വലിയ തോതിലുള്ള പിന്തുണയുള്ള, CPM-ൻ്റെ കോട്ടകൊത്തളങ്ങളെല്ലാം പിടിച്ചടക്കിയ ഒരു ജയഭേരി, ഒരു യാഗാശ്വമാണ് ഈ UDF സർക്കാർ എന്ന് നമ്മൾ കാണാം. അതിൻ്റെ മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. എന്നാൽ ഇപ്പോൾ ഈ ഒരു മാസം പൂർത്തിയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹൃദയഭേദകമായ ഒരു ചിത്രമല്ലേ സുഹൃത്തുക്കളെ? ഈ വി ഡി സതീശൻ എന്താണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സർക്കാരിനെ പിന്തുണച്ച മിക്കവാറും മതവിഭാഗങ്ങളെ എല്ലാം ഈ സർക്കാരിനെതിരാക്കിക്കൊണ്ടിരിക്കുകയല്ലേ വി ഡി സതീശൻ്റെ നടപടികൾ? നമുക്കറിയാം, പല നല്ല കാര്യങ്ങളും ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നും വി ഡി സതീശൻ്റെ ഒരു പകിട്ട് കൊണ്ടാണ് എന്ന് പറയുന്നില്ല. അതൊക്കെ UDF എടുത്ത തീരുമാനങ്ങൾ. ഇപ്പോൾ ഗ്യാരണ്ടി ആയിക്കോട്ടെ, ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം CBIക്ക് വിട്ടതായിട്ട്, ഇതൊക്കെ തന്നെ UDF-ൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ളൊരു തീരുമാനമാണ്. സതീശൻ്റെ തീരുമാനമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി സതീശനായതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് സതീശൻ അടിക്കാം, പ്രശ്നമില്ല. സതീശൻ നേരത്തെയും ഇതുപോലെ ക്രെഡിറ്റ് അടിക്കുന്ന കൂടുതൽ അടിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള സമീപനങ്ങൾ ആലോചിച്ച് നോക്കി.
ശബരിമല കൊള്ളയിൽ പ്രധാന പ്രതിയായ സ്മാർട്ട് ക്രിയേഷന് വേണ്ടി വാദിച്ച ഒരു അഭിഭാഷകനെ പ്ലീഡറാക്കിയത്? പിണറായി വിജയനെതിരെ അതിശക്തമായ നിലപാടെടുത്ത് സസ്പെൻഷൻ വാങ്ങിച്ച ബി അശോകിനെയും എൻ പ്രശാന്തിനെയും എടുക്കുന്നതിലുണ്ടാക്കിയിട്ടുള്ള കാലതാമസം, പൊതുവിൽ ഗവൺമെൻറ് പ്ലീഡർമാരുടെ അപ്പോയിൻമെൻറ്റ്, ഇതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ വല്ലാതെ മോശമാക്കിയ സംഭവങ്ങളല്ലേ? എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ എടുത്ത പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായയെയും അതിലുപരി വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഈ വിസ്മയ കഥാപാത്രത്തിൻ്റെ പ്രതിച്ഛായയെയും ഈ പറഞ്ഞ പോലെ ആ പ്രതിച്ഛായയ്ക്ക് മേൽ വലിയ തോതിൽ ഇരുൾ പരത്തി എന്നുള്ളതൊരു വസ്തുതയല്ലേ സുഹൃത്തുക്കളെ? നമുക്കറിയാമല്ലോ നമ്മുടെ സമൂഹത്തിലെ മദ്യത്തിൻ്റെ സ്വാധീനം, അത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. പ്രത്യാഘാതങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതാണെന്നും വിശദീകരിച്ച് ഞാനിവിടെ സമയം കളയുന്നു. നമുക്കറിയാം LDF സർക്കാരിനെതിരെ യു ഡി എഫ് ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് കയ്യും കണക്കുമില്ലാത്ത ബാറുകൾ കൊടുത്തു എന്നാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ 10 വർഷത്തിന് മുമ്പ് 10-25 ബാറുകളാണുള്ളെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 1000-ലധികം ബാറുകൾ, മുക്കും മൂലയിലും ബാറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാരിനെ രായ്ക്ക് രാമാനം വിമർശിച്ചിരുന്നവരല്ലേ UDF സർക്കാർ. മദ്യത്തിൻ്റെ വ്യാപനം കുറയ്ക്കും, മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ള കാര്യത്തിൽ കമ്മിറ്റഡാണ് എന്നല്ലേ UDF നിരന്തരമായി UDF കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനമെടുത്തപ്പോൾ ഈ വി ഡി സതീശൻ അതിശക്തമായിട്ടല്ലേ അതിനെ എതിർത്തത്, അതിരൂക്ഷമായിട്ടല്ലേ അതിനെതിരെ ആഞ്ഞടിച്ചത്, അതിശക്തമായിട്ടുള്ള ഭാഷയിലല്ലേ വി ഡി സതീശൻ അതിനെ എതിർത്തത്. ആ വാചകങ്ങൾ എൻ്റെ പ്രേക്ഷകരൊന്ന് കേൾക്കണം. അതൊന്ന് ഒരു ഏതാനും മിനിറ്റ് ആ വി ഡി സതീശൻ്റെ ആ വാചകങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ വീര്യം കുറഞ്ഞ ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള കാറ്റഗറി ഉണ്ടാക്കിയത് പിണറായി സർക്കാരാണ്. ഇങ്ങനത്തെ ഒരു കാറ്റഗറി വേണം. ആ കാറ്റഗറിയെ പ്രോത്സാഹിപ്പിക്കണം. സംസ്ഥാനത്ത് അവരുടെ ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്, ഞങ്ങളെടുത്ത തീരുമാനമല്ല. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്നത് അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. 0.5% തൊട്ട് 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ അവരിത് പറഞ്ഞ മാത്രമേ ഉള്ളൂ, അതിന് ടാക്സ് ഫിക്സ് ചെയ്തില്ല. അതിന് ടാക്സ് ഫിക്സ് ആണ്, പർട്ടിക്കുലർ ടാക്സ് ആണ്. വീര്യം കൂടിയ മദ്യത്തിൻ്റെയും ബിയറിൻ്റെയും വൈനിൻ്റെയും ടാക്സ് അല്ലാതെ ഞങ്ങളൊരു ടാക്സ് ഫിക്സ് ചെയ്തു. അതിൽ 0.5 വരെയുള്ളതിന് ഞങ്ങൾ 120, അതുപോലെ 0.20 വരെയുള്ളതിന് 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് ഞങ്ങൾ 175% ഫിക്സ് ചെയ്തു. ഒരു ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യാതെ ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിലേക്ക് വരില്ല. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ പോളിസിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞങ്ങൾ ടാക്സ് ഇട്ടത് വീര്യം കുറഞ്ഞ മദ്യം എന്താണ്, മദ്യ ലോബിയുമായിട്ടുള്ള ഏർപ്പാടാണ്. ഇത് തീരുമാനം എടുത്തതിന്റെ മുഴുവൻ ഡീറ്റെയിൽസുമായി പ്രൊഡ്യൂസ്. വീര്യം കുറഞ്ഞ മദ്യത്തെ കേരളത്തിൽ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? വീര്യം കുറഞ്ഞ മദ്യത്തെ എങ്ങനെയാണ് കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്? അവരില്ലല്ല, അവരൊരു ടാക്സ് റേറ്റ് ഇട്ടില്ല. ആ ടാക്സ് റേറ്റ് ഇടാത്തതുകൊണ്ട് ഞങ്ങളൊരു ടാക്സ് റേറ്റ് ഇട്ട് അതിനുള്ള അധികാരം ഈ ഗവൺമെന്റിനുണ്ട്. സുഹൃത്തുക്കളെ കേട്ടല്ലോ, ഇതാണെന്ന് വി ഡി സതീശൻ പറഞ്ഞത്. കൈക്കൂലിക്ക് വേണ്ടി, അഴിമതിക്ക് വേണ്ടി, തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടിയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് എന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ. ആ വി ഡി സതീശൻ എന്ന് പറഞ്ഞ നിലപാടുകളുടെ രാജകുമാരൻ. ആ രാജകുമാരൻ എന്താ ചെയ്തത്? ഒരു വിസ്മയ കഥാപാത്രമായിട്ടുള്ള വി ഡി സതീശൻ എന്താ ചെയ്തത്? ബജറ്റിലൂടെ ഇടതുപക്ഷം കൊണ്ടുവന്ന വി ഡി സതീശൻ ആദ്യാവസാനം ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ തള്ളിക്കളഞ്ഞ ആ നയം അതേപടി പകർത്തുകയല്ലേ വി ഡി സതീശൻ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്? അതേപടി പകർത്തി. എന്നിട്ട് പറയുന്നത് എന്താ? ആ നയം നടപ്പിലാക്കി, ആ നയം ഇടതുപക്ഷത്തിൻ്റെ നയത്തിൽ നികുതി തീരുമാനിച്ചതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, 280% നികുതി 121% കുറച്ചു എന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ 3 വർഷം മുമ്പ് ബക്കാഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മദ്യ കമ്പനി ആവശ്യപ്പെട്ടതാണ് ഇത് കുറയ്ക്കണം. അവർ 3 വർഷക്കാലമായി അന്ന് ഈ പറഞ്ഞ പോലെ പൂത്ത് ചീഞ്ഞു നാറി പുഴുവരിച്ച പിണറായി സർക്കാർ പോലും നടപ്പിലാക്കാൻ മടിച്ച ആ തീരുമാനം വി ഡി സതീശൻ ഉളുപ്പും ലജ്ജയും ഇല്ലാതെ ഇപ്പം നടപ്പിലാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 3 വർഷം അവർ നടപ്പിലാക്കാതിരുന്ന ആ നയം
3 ദിവസം കൊണ്ട് അൺഡ്യൂ ഹേസ്റ്റോടുകൂടിയുള്ള ഫയൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് നടപ്പിലായത് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് പോകും. കർണാടകത്തിലെ ബക്കാർഡി എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. പൂത്ത് ചീഞ്ഞു നാറി പുഴുവരിച്ച് കിടന്ന CPM-ന് ഊർജം കൊടുക്കുന്നു സതീശൻ. പിണറായി വിജയൻ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന രോഗാതുരനായിട്ടുള്ള വയോവൃദ്ധൻ VD സതീശൻ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ എത്ര ഖേദകരമാണ് ഈ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. ഈ സർക്കാരിനെ കൊണ്ടുവന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും സതീശൻ ഈ നിലപാടിലൂടെ എതിരാക്കിയില്ലേ? ക്രിസ്ത്യൻ മതവിഭാഗത്തെ എതിരാക്കിയില്ലേ? മുസ്ലിം ജനവിഭാഗത്തെ എതിരാക്കിയില്ലേ? ഇനി VD സതീശന് വേണ്ടി ശക്തിയുക്തം വാദിച്ച നേതാക്കന്മാരെ എതിരാക്കിയില്ലേ? VM സുധീരനെ എതിരാക്കിയില്ലേ? ഇത്ര ഗതികെട്ട ഒരവസ്ഥയായത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. VD സതീശന് ഈ തീരുമാനം ചിലപ്പോൾ പിൻവലിച്ചേക്കാം. പക്ഷേ പിൻവലിക്കുമ്പോഴും ഇത് നടപ്പിലാക്കിയതിൻ്റെ യുക്തി എന്ത്? ഇത് നടപ്പിലാക്കിയത് എന്തിന്? ഇത് നടപ്പിലാക്കിയത് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്ന് പറയാൻ സതീശന് ഉത്തരവാദിത്വമില്ല സുഹൃത്തുക്കളെ. സതീശ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സതീശൻ ഒരു വിസ്മയമല്ല, ഒരു 1.5 വിസ്മയമാണ് എന്ന്. സതീശൻ നിലപാടുകളുടെ രാജകുമാരനല്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ ആരുടെ നിലപാടുകളുടെ എന്നാണ് എൻ്റെ ചോദ്യം. സതീശൻ്റെ നിലപാടുകളുടെയാണോ അതോ സ്വാർത്ഥ താല്പര്യക്കാരായ മദ്യമുതലാളിമാരുടെ നിലപാടുകളുടെയാണോ അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യക്കാരുടെ സ്ഥാപിത താല്പര്യക്കാരുടെ നിലപാടുകളുടെ രാജകുമാരനാണോ സതീശൻ എന്നാണ് എൻ്റെ ചോദ്യം. മദ്യത്തിൻ്റെ ഈ നികുതി കുറച്ചതിനോടൊപ്പം തന്നെ കരിമണൽ ഖനനം അനുവദിച്ചിരിക്കുന്നു. അതിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള, സതീശൻ ആരോടാണ് ഇത് ചർച്ച ചെയ്തത്? സതീശൻ കോൺഗ്രസ് പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ പറഞ്ഞു. സതീശൻ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടില്ല എന്ന് വകുപ്പ് മന്ത്രി എക്സൈസ് മന്ത്രി M. ലിജു തന്നെ പറഞ്ഞു. ക്യാബിനറ്റിൽ സതീശൻ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ വാർത്തകൾ പുറത്തു വന്നു. അപ്പോൾ സതീശൻ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനമാണ് ഈ തീരുമാനം. ഈ തീരുമാനം മൂലം സംസ്ഥാനത്തിന് 600 കോടി രൂപയുടെ നഷ്ടവും ഈ മദ്യ കമ്പനിക്ക് 600 കോടി രൂപയുടെ ലാഭം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. അപ്പോൾ 600 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുന്ന ഒരു നടപടി ആരോടും ചോദിക്കാതെ ആരോടും പറയാതെ പാർട്ടിയുടെ പോലും അനുവാദം വാങ്ങാതെ VD സതീശൻ ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് പ്രതിച്ഛായ തകർത്തിരിക്കുകയാണ്. 102 പേരുടെ പിന്തുണയോടുകൂടി 1 മാസത്തിന് മുമ്പ് അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയെ പൂർണ്ണമായി തകർക്കുന്ന നിലപാടാണ് സതീശന് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സതീശന് ബഹുഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണയില്ല. സതീശന് പാർട്ടിയുടെ ബഹുഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയില്ല. ക്യാബിനറ്റിൽ പോലും സതീശനെതിരായി നിലപാടെടുക്കുന്ന ഒട്ടനവധി മന്ത്രിമാരുണ്ട്. ആ സാഹചര്യത്തിൽ അവരുമായിട്ടെല്ലാം ചേർന്ന് ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ എടുത്ത് 102 MLA-മാരുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് 45 ലക്ഷം പേരാണ് വോട്ട് ചെയ്തത് UDF-ന്. അവരോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം സതീശൻ ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള സതീശൻ്റെ ഈ ഇരിപ്പ് മുൾമുനയിലുള്ള ഇരിപ്പായി, ശരശയ്യയിലുള്ള ഇരിപ്പായി മാറും എന്ന് സതീശൻ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ അത് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ സതീശൻ ഈ തീരുമാനവും പിൻവലിച്ചേക്കാം. പക്ഷെ പിൻവലിച്ചാലും സതീശൻ ഇത് നടപ്പിലാക്കിയത് എന്തിന്? ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ? ഏതു നിക്ഷിപ്ത താല്പര്യക്കാരൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ? ഏത് സ്ഥാപിത താല്പര്യക്കാരൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ എന്നുള്ള ചോദ്യം അവിടെ കിടക്കും എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ സതീശൻ ഒരു വിസ്മയമല്ല, സതീശൻ ഒരു 1.5 വിസ്മയമാണ്. സതീശൻ നിലപാടുകളുടെ രാജകുമാരനാണ്. പക്ഷേ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുമ്പോൾ അത് സ്ഥാപിത താല്പര്യക്കാരുടെയും നിക്ഷിപ്ത താല്പര്യക്കാരുടെയും നിലപാടുകളുടെ രാജകുമാരനാണോ എന്നുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇരട്ടത്താപ്പ് രാജകുമാരനാണോ സതീശനെന്നും സതീശനെ വോട്ട് ചെയ്ത് സതീശൻ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിച്ച് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ ചോദിച്ചു തുടങ്ങി എന്നുള്ള കാര്യം സതീശൻ മനസ്സിലാക്കിയാൽ മുഖ്യമന്ത്രി സതീശന് നല്ലത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളൂ.